ഹലോ ഡിയേഴ്സ്, സേ എക്സാമിലോട്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഷുവർ ഷോട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിപ്പോ ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ വേണമെന്ന് പറഞ്ഞോളൂ. നിങ്ങളെ കമന്റ്, ലൈക്ക്, ഷെയർ ഒക്കെ അനുസരിച്ചാണ് ഇനി അങ്ങോട്ട് വീഡിയോകൾ വരിക. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപടലം ഫെയിൽ ആയവരെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്ട് പറഞ്ഞോളൂ, നമ്മൾ അതിനുവേണ്ടി വീഡിയോസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഇനി ഈ ഒരു ഷുവർ ഷോട്ടിന്റെ സീരീസ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് കാര്യങ്ങൾ മറക്കല്ലേ. അപ്പൊ കമന്റ് ബോക്സ് ഒക്കെ അങ്ങ് ഫയർ ആക്കണം. നമുക്ക് അടിപൊളിയായിട്ട് +2 അങ്ങോട്ട് റെഡി ആക്കി എടുക്കണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകാം. ഇനിയും ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിനകത്ത് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ സേ എക്സാമിനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ എന്തായാലും പഠിച്ചു പോകേണ്ട സീരീസ് ആണ്. സോ നമുക്ക് അതിലോട്ട് പോകാം. അപ്പൊ എന്താണ് ഹാഫ് ലൈഫ്? ഡിഫൈൻ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കയ്യിൽ ഇപ്പൊ 100 ചോക്ലേറ്റ്, അത് എത്ര ചോക്ലേറ്റ് ആയി? 50 ചോക്ലേറ്റ് ആയി, പകുതിയായി. അപ്പൊ തുടക്കത്തിൽ എടുത്ത അളവ് പകുതിയാകാൻ എത്ര സമയം? ഇപ്പൊ നിങ്ങൾ 100 ചോക്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ആദ്യം, അത് 50 ആകാൻ എത്ര സമയമായി? അതാണ് ചോക്ലേറ്റ് തിന്നുന്നതിന്റെ നിങ്ങളുടെ ടി ഹാഫ് എന്ന് പറയും. അപ്പൊ ഒരു റിയാക്ഷന്റെ ടി ഹാഫ് എന്താ? തുടക്കത്തിൽ നമ്മൾ എടുത്ത അളവ് ഇപ്പൊ അതിന്റെ പകുതിയായിട്ടുണ്ട്, പകുതിയാകാൻ വേണ്ട സമയം. നിങ്ങളെ മലയാളത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ടു ബിക്കം ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അപ്പൊ നമ്മൾ അങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ ക്ലാസ്സിൽ ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നോട്ടൊക്കെ എഴുതി അങ്ങനെയാണ് പോവുക. അപ്പൊ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടൻസ് ഇൻ എ റിയാക്ഷൻ ടു ഡിക്രീസ് ടു ഇറ്റ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. മനസ്സിലായില്ല? അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിനകത്ത് പറയും. അപ്പൊ ഹാഫ് ലൈഫ് ഈസ് ദ ടൈം റിക്വയർഡ് ഇൻ എ റിയാക്ഷൻ ഫോർ ഇറ്റ്സ് റിയാക്ടൻസ് ടു ഡിക്രീസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ, അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം ഇനി ഇതിനകത്തെ അപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും ഹാഫ് ലൈഫ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. റിയാക്ഷൻ അതിന്റെ ആദ്യം എടുത്ത അളവ്, റിയാക്ടൻസിന്റെ അളവ് പകുതിയാകാൻ വേണ്ട സമയം. അപ്പൊ ഇതുപോലെ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയാം. ചോക്ലേറ്റും ബിരിയാണിയും കഥകളും കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അഡ്ഡപടലം ഫെയിലായി വന്നവർ പോലും ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ട് നിങ്ങൾ ഇതിനകത്ത്, ഞാൻ അതിന്റെ മുന്നേ പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസൾട്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. 5 മാർക്ക്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിലെ ടി ഹാഫ് എങ്ങനെ കാണാം എന്നൊക്കെ ഞാൻ പറയാം. അതുപോലെ ഇനിയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അതുകൂടി കണ്ടിട്ട് നിങ്ങൾ പോകണം. അപ്പം പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, അഡ്ഡപടലം ഫെയിലായി വന്നവർ ഇവരൊക്കെ ഏകദേശം ഈ ഒരു സമയത്ത് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. അതായത് എക്സാമിലോട്ട് ഒരു 15-20 ദിവസമുള്ള ആ ഒരു സമയത്ത്. എന്നിട്ട് പോലും കണ്ടോ 5 മാർക്ക്. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക്, മറവി കാര്യങ്ങൾ പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. എന്നിട്ടും 5 മാർക്ക് 24 മാർക്കിലോട്ട് എത്തി. അതുപോലെ ഈ ഒരു പയ്യൻ, ഇവര് ഓൾറെഡി ഒരു ബാച്ചിൽ ജോയിൻ ആയി, പക്ഷേ ക്ലാസ് മനസ്സിലാവുന്നില്ല അവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ ഒരു കേസാണ്. 6 മാർക്ക്. ഇവരും ഏകദേശം ഈ ഒരു സമയത്തൊക്കെയാണ് വന്നത്. 6 മാർക്ക് പിന്നീട് 27ലോട്ട് എത്തി. ഇവര് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. കുറച്ച് കളിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 27 അല്ല, ഇവർക്ക് ഡബിൾ പാസ് അതിനപ്പുറം ഒക്കെ നേടാവുന്നതായിരുന്നു. 6 മാർക്ക് 27ലോട്ട് എത്തിച്ചു. അതുപോലെ ഈ ഒരു പയ്യൻ അഡ്ഡപടലം ഫെയിലായി വന്ന ഒരു കേസായിരുന്നു. ഏകദേശം ഈ ഒരു സമയത്തിന് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. 5 or 7 കണ്ടായിരുന്നു +2 മാർക്ക്, ഒരു ഓർമ്മിക്കുന്നില്ല, എന്തായാലും ഫെയിലായ മാർക്കില്ല. പിന്നെ അത് 28 ആയി. +1 8 ആയിരുന്നു, 28 വേണമായിരുന്നു, 28 കിട്ടി. കെമിസ്ട്രി ഫെയിൽ ആയിരുന്നു, 29 കിട്ടി. മാർക്കുകളൊക്കെ ഇവിടെ പ്രൂഫ് അടക്കം നമ്മൾ പറയുന്നത്, വെറുതെ അല്ല. പിന്നെ 6 മാർക്ക് 32 ആയ ഒരു കേസ്. അതുപോലെ തന്നെ ഒരുപാട് ഏറ്റവും മാർക്ക് കൂടിയ കേസുകളാണ്. ഇതല്ലാത്ത ഒരുപാട് കേസുകളുണ്ട്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ടി മാർക്ക് നോക്കിയാൽ തന്നെ കാണാൻ ഇതൊക്കെ അത്ഭുതകരമായ റിസൾട്ടുകളാണ്. ഫെയിൽ ആയി വന്നത് കണ്ടോ, ഇവരുടെ ടി മാർക്ക് 9 മാർക്കാണ് ഇതിനകത്ത് കെമിസ്ട്രിയിൽ. പിന്നെ നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് ഇവരുടെ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ആയിട്ട് ഇവരുടെ ടി മാർക്ക് നോക്കിയേ. ബയോളജിയിൽ അവിടെ ടി മാർക്ക് നിങ്ങൾക്ക് കാണാം 15 കണ്ടാണ്. ഇവിടെ കണ്ടോ 36ഉം 39ഉം, ഡബിൾ പാസ് 2ലും കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് ഇവരുടെ ടി മാർക്ക് നോക്കിയ സെക്കൻഡ് ഇയറിൽ 46 മാർക്കാണ്. മനസ്സിലായി? അപ്പം 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ A+ ആയി. അപ്പൊ കേരളത്തിൽ തന്നെ സേയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് മുൻ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കേസ് 6 മാർക്കുമായിട്ട് കെമിസ്ട്രി ഫെയിൽ ആയിട്ട് പിന്നീട് അതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. സെക്കൻഡ് ഇയർ ടി മാർക്ക് നോക്കും 35ലോട്ട്, 9 31ലോട്ടും 30 ഫിസിക്സ്, ഇവര് ഫിസിക്സ് 40-40 ഫെയിൽ ആയി വന്നിട്ട് അങ്ങനെ 17 30 10 28 14 32 ഒരുപാട് കേസുകൾ. ഇത് ബയോളജിയും മാത്സും ഫെയിൽ ആയ ഒരു കേസ്. ഇത് ബാച്ചിലെ ഒരു മിനിമം SLCയിലൊക്കെ മിനിമം A+ ഉള്ള ഒരു പയ്യൻ നമ്മുടെ ബാച്ചിൽ +1 അവന്റെ റിസൾട്ട് നിങ്ങൾ നോക്കും. അവന്റെ സ്ട്രീമിലെ സബ്ജക്റ്റിലെല്ലാം അവൻ A+ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ. മാത്സ് അവരുടെ സ്ട്രീം ഉണ്ടായിരുന്നു, അവൻ ലാബ് റിലേറ്റഡ് VHSC ആയിരുന്നു. മാത്സ് പിന്നെ ചുമ്മാ സൈഡായിട്ട് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചതാണ്. നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയിട്ട്, സ്കൂളിൽ മാത്സ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കണ്ടോ 45 ഒക്കെ. മാത്സ് കൂടി സീരിയസ്നെസ്
സീരിയസ്നെസ് കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് മാത്സിലും A+ നേടിയേനെ എന്നുള്ളത്. അപ്പം അതുപോലെ ഒരുപാട് കേസുകൾ ഇനിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആകാൻ നമ്പർ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയാം. ഒരുപാട് റിസൾട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ബാച്ചിൽ ഇപ്പം വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസിൽ ഓഫേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഞാൻ ഈ കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിലായിരിക്കും ഈ വീഡിയോകളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്, നിങ്ങളും ജോയിൻ ആയിക്കോളൂ. അപ്പൊ ഇനി നമ്മൾ ഷുവർ ഷോട്ടിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്താണ് വരിക. അപ്പം ഇതിനകത്ത് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു. ഇനി കണ്ടോ കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് എന്ന്. കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് എന്ന് കണ്ടാലേ നിങ്ങൾ ഉടനെ തന്നെ അങ്ങ് എഴുതി വെക്കുക. എന്ത്? 0.693/k. ഇതാണ് കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് എന്നില്ലേ, കണ്ടില്ലേ? വായിച്ചു നോക്കിയിട്ടുണ്ടാകുന്ന സെന്റൻസ്. ഇനി കെ തന്നിട്ടുണ്ട് അവിടെ. കെ നോക്കൂ നിങ്ങൾ. ഇതാ കെ 5.5 × 10⁻⁻14. അപ്പൊ കേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? 5.5 × കേക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കെ അത് കൊടുത്താൽ മതി, ആൻസർ ആയി. ഇനി ബാക്കി പിന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. കേക്ക് അവിടെ തന്ന വാല്യൂ എന്ത് ചെയ്യുക? 5.5 × 10⁻14 എന്ന് എഴുതി വെക്കുക. സിമ്പിൾ അല്ലേ? ഇത് ഒരുപാട് ചോദിച്ചതാണ്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെക്കണം. നമുക്ക് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞില്ലേ, അത് ഏതാണെന്ന് നോക്കാം. ഇനി ഫിസിക്സിലും ബയോളജിയിലും മാത്സിലും ഒക്കെ ഇതുപോലെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമന്റ് ബോക്സ് ഒക്കെ ഫയർ ആക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതിപ്പോ നമുക്ക് യൂട്യൂബിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും, സമയമൊക്കെ കുറവാണ്, ബാച്ചിൽ ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിൽ ജോയിൻ ആകണം എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഈ നമ്പറാണ് 77 36 70 70 45 എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മസ്റ്റ് പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. 4 സ്ട്രക്ചറൽ ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, അതുപോലെ തന്നെ ലിങ്കേജ് ഐസോമറിസവും സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് PDF എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിന്റെ നോട്ട്, അതുപോലെ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് നൽകാം. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കോളൂ. അപ്പം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എന്നെ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ബാച്ചിൽ ജോയിൻ ആകണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ചോളൂ. അടിപൊളിയായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത സീരീസിന് വേണ്ടിയിട്ട്, അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക്, കമന്റ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. സപ്പോർട്ട് മാക്സിമം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ ഞാൻ തൽക്കാലം വെക്കാത്ത വീഡിയോ നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ PDF ഞാൻ തരാം. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.